ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നമ്മുടെ 5th യൂണിറ്റ് ആയ ആഹാരം ആരോഗ്യത്തിന്, ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ അടിച്ചു പൊളിച്ച് പഠിച്ചല്ലേ. ആ ഒരു യൂണിറ്റിലെ വ്യത്യസ്തങ്ങളായ ആഹാര രീതിയെ പറ്റിയും ആഹാരങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന പോഷക ഘടകങ്ങളും ന്യൂട്രിയൻസിനെ പറ്റിയും അവയുടെ ഡിഫറെന്റ് ഫംഗ്ഷൻസിനെ പറ്റിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിലെ തന്നെ ഒരു ചെറിയൊരു ഇമ്പോർട്ടന്റ് പോർഷനുമായിട്ടാണ് മിസ് എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ മിസ്സിന്റെ പേര് അനിറ്റ എന്നാണ്. ഷോർട്ട് ആക്കിയിട്ട് മക്കൾക്ക് ഈ മിസ് എന്ന് വിളിക്കാം. ഓക്കെ, എനിക്ക് പറ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആഹാരം കഴിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ബോഡി ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടി, നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഗ്രോത്തിനും പ്രോപ്പർ ഡെവലപ്മെന്റിനും വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിനും എന്ത് വേണം? അവയ്ക്കൊക്കെ ആവശ്യമായ ഊർജ്ജം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഓരോ ഫുഡിൽ നിന്നും എന്താണ്? നമുക്ക് വ്യത്യസ്തങ്ങളായ പോഷക ഘടകങ്ങളാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആണ് ലഭിക്കുന്നത്. എങ്കിൽ എന്താണ് മക്കളെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ശരിയായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യകരമായ നമ്മുടെ ബോഡി ഫംഗ്ഷൻ, പ്രോപ്പർ ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഫംഗ്ഷനും വേണ്ടി നമ്മളെ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രിയൻസ് ആർ ദി സബ്സ്റ്റൻസസ് ദാറ്റ് ആർ നീഡഡ് ബൈ യുവർ ബോഡി ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്തി ബോഡി ഫംഗ്ഷൻ. എത്ര ന്യൂട്രിയൻസ് ഉണ്ടെന്ന് അറിയാവോ? മെയിൻ ആയിട്ട് മക്കളെ 5 ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? വൺ ബൈ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് മക്കളെ? കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യകം. നമ്മൾ ഈ അരിഭക്ഷണമില്ലേ, അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ ഇല്ലേ, ധാന്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് എന്താണ്? ഈ ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി നൽകുന്നതിൽ മെയിൻ റോള് വഹിക്കുന്ന ആരാണ്? ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി അടുത്തതാണ് ഫാറ്റ്സ്. ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കൊഴുപ്പ്. കൊഴുപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ ലഭ്യമാകേണ്ട ഒരു ഒരു ന്യൂട്രിയന്റ് ആണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ഫുഡിലൂടെ നമുക്ക് കിട്ടുന്ന കൊഴുപ്പ് അല്ലാതെ തന്നെ എന്താണ്? നമ്മുടെ ശരീരവും ഇതുപോലെ കൊഴുപ്പ്, ഫാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാറ്റിന്റെ അളവ് കൂടുവാണെങ്കിൽ പിന്നീട് അത് കൊളസ്ട്രോളിനും മറ്റു പല ഡിസീസസിനും എന്താണ്? അത് കാരണമാകും. ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് പറയുന്നത്. അപ്പം പ്രോട്ടീൻ നമ്മുടെ ഹെയർ, അതുപോലെ തന്നെ നമ്മുടെ സെൽസ്, അതിന്റെയൊക്കെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് എന്താണ്? അതിന്റെയൊക്കെ നിർമ്മിതിക്ക് എന്ത് വേണം? ഈ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 3 അതായത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, ഇവ 3 എന്താണ്? ഊർജ്ജദായക ഘടകങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവ 3 നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യും. ഇനി ഇവ 3 മാത്രമല്ല, ഇനി എന്താണ്? വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ജീവകങ്ങൾ. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ജീവകങ്ങളാണ്. അവ ഏതൊക്കെയുണ്ട്? എ, ബി, സി, ഡി, ഇ, കെ. അത്രയും വൈറ്റമിൻസ് ഉണ്ട്. അതിൽ ചിലത് എന്താണ്? നമ്മുടെ ഫാറ്റിൽ, കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, കുറച്ച് നമ്മുടെ ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ധാതുക്കൾ. മക്കൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ അയൺ കണ്ടന്റ് കുറവ്, അയഡിൻ കണ്ടന്റ് കുറവ്, അങ്ങനെ കണ്ടന്റ് ഒക്കെ പറയുന്നത് എന്താണ്? ഈ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസിന്റെ ആണ്. അപ്പൊ നമ്മുടെ യൂണിറ്റിൽ തന്നെ അയൺ കണ്ടന്റിനെ പറ്റിയും അയഡിൻ കണ്ടന്റിനെ പറ്റിയും സോഡിയം കണ്ടന്റ്, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ അവയെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ന്യൂട്രിയൻസ് ആണ്. പക്ഷെ ന്യൂട്രിയൻസ് അല്ലാതെ നോൺ ന്യൂട്രിയൻസ് ആയ കുറച്ച് ഫാക്ടേഴ്സും കുറച്ച് സബ്സ്റ്റൻസും നമുക്ക് ആവശ്യമാണ്. അവ ഏതൊക്കെയാണ് മക്കളെ? ഫൈബറും വാട്ടറും ആണ്. ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാരുകളാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ജലമാണ്. അപ്പൊ ഇവയും എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ വ്യത്യസ്തങ്ങളായ ന്യൂട്രിയൻസിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, പ്രോട്ടീൻ എന്തിനാണ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എന്താണ്? നമ്മുടെ പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഹെൽപ്പ് ദ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ബോഡി. അത് മാത്രമല്ല, മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടി, അതുപോലെ തന്നെ നമ്മുടെ സെൽസ്, കോശം, ഡൈജസ്റ്റീവ് ജ്യൂസ് അതായത് ദഹനരസങ്ങൾ, അവയുടെയൊക്കെ എന്താണ്? നിർമ്മാണത്തിനും പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട്. അതായത് ഫോർമേഷൻ ഓഫ് സെൽസ്, ഹെയർ, ഡൈജസ്റ്റീവ് ജ്യൂസിനും എന്താണ്? അത് സഹായിക്കുന്നുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അതിന്റെ കൂടെ നൈട്രജനും സൾഫറും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കാൻ പറ്റുന്നത്. അപ്പം പ്രോട്ടീനകത്ത് എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് മക്കളെ? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഓക്കെ, പിന്നെ മിസ് നേരത്തെ പറഞ്ഞായിരുന്നു കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ്സും ഒക്കെ എന്താണ്? എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കാർബോഹൈഡ്രേറ്റിന്റെ ആബ്സെൻസിൽ നമുക്ക് വേണ്ട എനർജി ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെയിറ്റിനനുസരിച്ച് ഇപ്പൊ സപ്പോസ് നമ്മുടെ വെയിറ്റ് 60 കിലോഗ്രാം ആണെങ്കിൽ അത്രയും ഗ്രാം പ്രോട്ടീൻ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ നിന്നും ലഭ്യമാകണം. അതായത് 60 കിലോഗ്രാം വെയിറ്റ് ആണ് മിസ്സിനുള്ളതെങ്കിൽ എത്ര ഗ്രാം വേണ്ടി വരും?
60 ഗ്രാം എങ്കിലും എന്ത് വേണം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പം മാംസത്തിന് കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്, പ്രോട്ടീൻസിന് കുറച്ച് പോയിന്റ് ആണ് പഠിച്ചത്. ഒന്നാമത്തെ എന്താണ്, ശരീരത്തിന്റെ വികാസത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട്. പിന്നെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഒരു കിലോഗ്രാമിന് 1 ഗ്രാം നിരക്കിലെങ്കിലും നമുക്ക് എന്ത് വേണം, പ്രോട്ടീൻ വേണം. ഇനി ഈ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു രോഗമാണ് മക്കൾ ഇവിടെ കാണുന്നത്. ഈ ഒരു കൂട്ടുകാരനെ കണ്ടു നോക്കിക്കേ. കൂട്ടുകാരന്റെ അവസ്ഥ എന്താണ്, അദ്ദേഹത്തിന്റെ ശരീരം വളരെ ദുർബലമാണ്, വളരെ വീക്കുമാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വയറ് നോക്കിക്കേ, വീർത്തും പുറത്തേക്ക് ഉന്തിയ ഭാഗത്തിലാണ് അവിടെ കാണുന്നത് അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു രോഗം, ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ഈ രോഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. അത് എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉള്ളത് മക്കളെ, പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. ഇനി നമുക്ക് എങ്ങനെ പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മുട്ടയുടെ വെള്ള നമുക്ക് എടുക്കാം. അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന 2 മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അതിന് കുറച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമാണല്ലോ. ഓക്കെ, അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് തുരിശ് എന്ന് പറയും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അഥവാ തുരിശ് വേണം. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വേണം. ഈ 2 ഐറ്റംസ് നമുക്ക് വേണം. ഇനി നമ്മൾ എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? അതായത് ഇപ്പൊ മുട്ടയുടെ ആ ഒരു വെള്ള ഭാഗത്തെ പ്രോട്ടീൻ ആണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. അപ്പൊ അതിനകത്തേക്ക് എന്താണ്, 1% ഡൈല്യൂട്ട് ആയ ഈ ഒരു തുരിശ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റും അതുപോലെ 1% ഡൈല്യൂട്ട് ആയ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ഒന്ന് ഒഴിക്കുക. അങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു മുട്ടയുടെ വെള്ള കളർ മാറി നല്ല വയലറ്റ് കളർ ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവയിൽ പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീന്റെ പ്രസൻസ് ആണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയിലെ പ്രോട്ടീൻ ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ് വേണം, ജലം വേണം, സോഡിയം ഹൈഡ്രോക്സൈഡ് വേണം, പിന്നെ അവ ഉറ്റിക്കാൻ വേണ്ടി എന്ത് വേണം, ഒരു ഡ്രോപ്പർ വേണം, പിന്നെ അത് കീപ്പ് ചെയ്ത് വെക്കാൻ ഒരു ബീക്കർ വേണം, പിന്നെ നമ്മുടെ എഗ് വൈറ്റ് വേണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കോഴിമുട്ടയുടെ വെള്ള ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് ജലം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് അതൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനകത്തേക്ക് 1% വീര്യമുള്ള ഡൈല്യൂട്ടായ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക. എന്നിട്ട് അതിനകത്തേക്ക് വീണ്ടും 1% കോപ്പർ സൾഫേറ്റ് ചേർക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ ഏത് കളർ വരുമ്പോഴാണ് മക്കളെ പ്രോട്ടീന്റെ പ്രസൻസ് കാണുന്നത്, നല്ല വയലറ്റ് നിറം വരുവാണെങ്കിൽ പ്രോട്ടീന്റെ പ്രസൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റിനും അതായത് ധാന്യങ്ങളിലും എന്താണ്, നമ്മൾ ഇതുപോലെ ഒരു ഡിറ്റക്ഷന്റെ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് നടത്തിയായിരുന്നല്ലേ, അയഡിൻ ടെസ്റ്റ്. അവിടെ ഏതായിരുന്നു കളർ, നല്ല ഡീപ്പ് ബ്ലൂ കളറാണ്. പക്ഷെ പ്രോട്ടീൻ ഡിറ്റക്ഷൻ എന്താണ്, വയലറ്റ് കളറാണ്. അപ്പൊ അവ രണ്ടും എന്താണ് മക്കൾ, കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ പ്രോട്ടീനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നത്. പിന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ പേരുകൾ മക്കൾ കമന്റ് അറിയിക്കണം. ഓക്കെ അല്ലേ? അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവായ കുട്ടി കുട്ടി ക്ലാസ്സസ് ഒക്കെ ആയിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം. അതുവരെ ടാറ്റാ.